ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SR വിഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈലിലുള്ളൊരു മഷ്റൂം പെരളനാണ്. അതിനായി 200 ഗ്രാം മഷ്റൂം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. 4 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇത്തിരി തിക്കുള്ള തേങ്ങാപ്പാലാണ് നമ്മൾക്കിതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് ഓണാക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാലിലോട്ടിട്ടാണ് നമ്മൾ മഷ്റൂം കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ കിടന്ന് കുക്കാകുമ്പോൾ മഷ്റൂമിനൊരു പ്രത്യേക രുചിയായിരിക്കും. ഈ ഗ്രേവി തിളച്ച് വന്നാൽ പിന്നെ നമ്മളൊരു മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് നമ്മൾക്ക് അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് വർക്ക് നമുക്ക് തുടങ്ങാം. ഒരു കടായിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിച്ചു കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾക്കതിലോട്ട് 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി എന്നിവ ചേർത്ത് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയ ശേഷം നമ്മൾക്കതിലോട്ട് 1 സ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴണ്ട ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കതിലോട്ട് ഒരു 5-6 പീസ് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ടില്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈൽ കറി പൂർണ്ണമാവില്ലല്ലോ. 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. സവാളയെല്ലാം മിക്സായ ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മഷ്റൂം വേവാൻ വെച്ചിരുന്നു. അതെന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം. മഷ്റൂമിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലോട്ട് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഇതിൽ ചേർക്കാൻ ഞാനൊരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. തക്കാളി അങ്ങോട്ട് ഒരുപാട് വഴണ്ട് മിക്സായി പോകരുത്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയുടെ അവസാന ഘട്ടമെത്തിയിരിക്കുകയാണ്. അല്പം പച്ച വെളിച്ചെണ്ണ മേളിൽ തൂക്കി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കറിയിൽ അല്പം ഉപ്പ് കുറവ് ഫീൽ ചെയ്തുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടി കഴിക്കാൻ ഒരു നല്ല സൈഡ് ഡിഷാണിത്. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.